ഓരോ ഭാവത്തിന്റെയും ഗുണദോഷങ്ങളെയും കാരകത്വങ്ങളെയും നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളെയാണ് ഭാവകാരകന്മാർ എന്ന് വിളിക്കുന്നത്. ഒരു ജാതകത്തിൽ ആ ഭാവത്തിന്റെ അധിപൻ നിൽക്കുന്ന അവസ്ഥ പോലെ തന്നെ പ്രധാനമാണ് ആ ഭാവത്തിന്റെ കാരഗ്രഹത്തിന്റെ സ്ഥിതിയും. അതുകൊണ്ട് നമ്മൾ ഓരോ ഭാവത്തിന്റെയും കാരകന്മാരെ അറിഞ്ഞിരിക്കണം. ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ഓരോ ഭാവത്തിന്റെയും കാരകന്മാര്. ഒന്ന് വിശദമായിട്ട് നോക്കാം. സ്ഥിരകാരകന്മാരുണ്ട്, അത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഈ ഭാവകാരകന്മാരെ കുറിച്ചാണ്. ഒന്നാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ വ്യക്തിത്വം, നമ്മൾ തന്നെയല്ലേ. അതിന്റെ കാരകൻ സൂര്യനാണ്. രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ധനം, കുടുംബം, അതിന്റെ കാരകൻ വ്യാഴമാണ്. മൂന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യം, സഹോദരങ്ങൾ, അതിന്റെ കാരകൻ ചൊവ്വയാണ്. നാലാം ഭാവം നമ്മുടെ മാതാവ്, സുഖം, വിദ്യ, ഇതൊക്കെയാണ്. അതിന്റെ കാരകൻ പ്രധാനമായും ചന്ദ്രനാണ്. പിന്നെ രണ്ടാമതായിട്ട് ബുധനെയും പറയാറുണ്ട്. അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. അതിന്റെ കാരകൻ വ്യാഴമാണ്. ആറാം ഭാവം എന്ന് പറയുന്നത് രോഗം, ശത്രുക്കള്, അതിന്റെ കാരകന്മാര് ശനി, ചൊവ്വ. രണ്ടാമത്തത് ചൊവ്വ, ആദ്യത്തത് ശനി. ഇനി ഏഴാം ഭാവം എന്ന് പറയുന്നത് വിവാഹ സ്ഥാനമാണ്. അതിന്റെ കാരകൻ ശുക്രനാണ്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, സ്ത്രീകൾക്ക് ചിലര് ഗുരുവിനെയും പറയാറുണ്ട്, അത് നമ്മളൊന്ന് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ എട്ടാം ഭാവത്തിൻ്റെത് നമ്മുടെ ആയുസ് ഭാവമല്ലേ, അത് ശനിയാണ് അതിന്റെ കാരകൻ. ഒൻപതാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. ചിലർ അതിനെ പിതാവിന്റെ സ്ഥാനം എന്നും പറയുന്നു. അപ്പോൾ വ്യാഴമാണ് പ്രധാന കാരകൻ. രണ്ടാം കാരകൻ സൂര്യനാണ്. പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലും കീർത്തിയും ഒക്കെയാണ്. അതിന്റെ കാരകന്മാര് ബുധൻ, സൂര്യൻ, വ്യാഴം, ശനി, ഇവയാണ്. 11ാം ഭാവം നമ്മുടെ ലാഭസ്ഥാനമാണ്. അതിന്റെ കാരകൻ വ്യാഴമാണ്. പിന്നെ അത് സുഹൃത്തുക്കള്, പിന്നെ ഇങ്ങനെ സഹോദരങ്ങൾ, വലിയ സഹോദരങ്ങളെയൊക്കെ പറയുന്നുണ്ട്. ബുധനും കൊടുത്തിട്ടുണ്ട്. 12ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടം, മരണം, ഇതൊക്കെയാണ്. അതിന്റെ കാരകൻ ശനിയാണ്. ചിലർ വേറെ കുറെ കാരകന്മാര്, നാലാം ഭാവത്തിന് 4 കാരകന്മാരെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അതായത് ഭൂമി സംബന്ധമായിട്ടാണെങ്കിൽ അതിന് കുജനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും കൂടുതൽ പേരും പിന്തുടരുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഈ സ്ഥിരകാരകന്മാരുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭാവകാരകന്മാരാണ്. ഇനി സ്ഥിരകാരകന്മാരുണ്ട്. അതായത് പിതാവ്, ആത്മാവ്, അധികാരം, ആരോഗ്യം, ഇതിന്റെ കാരകൻ സൂര്യൻ. പിന്നെ ഈ ഗ്രഹകാരകത്വങ്ങളെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. ഇപ്പോൾ ചന്ദ്രനാണെങ്കിൽ മാതാവ്, മനസ്സ്, സന്തോഷം, ഇവയെ. ചൊവ്വയാണെങ്കിൽ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇളയവർ, ധൈര്യം, ഭൂമി. ബുധൻ ബന്ധുക്കൾ, ബുദ്ധി, വിദ്യ, സംസാരം. വ്യാഴം പുത്രന്മാർ, ധനം, ജ്ഞാനം, ഭാഗ്യം, ഇവ. ഭാര്യ, ഭർത്താവ്, പ്രേമം, വസ്ത്രം, ആഡംബരം, ഇവയ്ക്ക് ശുക്രനെയും. ആയുസ്, മരണം, രോഗം, ദുഃഖം, തൊഴിൽ, ഇവയ്ക്ക് സ്ഥിരകാരനായിട്ട് കൊടുത്തിരിക്കുന്നത് ശനിയെയുമാണ്. അപ്പോൾ ഈ സ്ഥിരകാരകന്മാരും ഭാവകാരകന്മാരും നമ്മൾ ഓർത്തിരിക്കണം. നമ്മളൊരു ഭാവം വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ ആ സ്ഥിരകാരകന് എവിടെ നിൽക്കുന്നു. അപ്പോൾ പിതാവിനെ കുറിച്ച് അറിയണമെങ്കിൽ രവി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഒന്നാം ഭാവത്തെ കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ കാരകനായ രവി എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് ശുക്രനൊക്കെ നീചത്തിൽ പോവുകയാണെങ്കിൽ അത് നമ്മുടെ സുഖത്തേക്ക് കെടുത്തും. അത് വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കൂടുതലും പുരുഷന്മാർക്ക്. അതേസമയം ഗുരു നീചത്തിൽ പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വിവാഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നീചഭംഗം വരികയാണ്, നല്ലതുമാണ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്.